ഈ ചേർക്കൈ. ഹലോ നിഷാദേ. സർക്കാർ എന്തെങ്കിലും പ്രഖ്യാപിച്ചാൽ അത് കുറഞ്ഞു പോയെന്ന് പറഞ്ഞ നാട്ടുകാരാണ്. നമ്മളൊരു വീഡിയോ ഇട്ടാൽ അത് കൂടിപ്പോയെന്നും. എന്തൊരു നാടടേ. 58 ലക്ഷം രൂപ ഒരു വീടിന്റെ വീഡിയോ എടുക്കാൻ പാപ്പനം കൂടെ വന്ന് നിൽക്കുകയാണ് ഞാൻ. അതിൻ്റെ ഇടയിൽ നിന്റെ ഈ 5 കോടി കണക്കും കൊണ്ട് ഇങ്ങോട്ട് വന്നാൽ ഞാൻ വലിയ വീടിച്ച് കയറ്റി തരും. വച്ചിട്ട് പോ. അവൻ്റെ 5 കോടി ഉലുവ. ഗൈസ്, തിരുവനന്തപുരത്ത് പാപ്പനംകോട് ജംഗ്ഷനിൽ നിന്ന് 1.2 കിലോമീറ്ററും കൈമനത്ത് നിന്ന് 2 കിലോമീറ്റർ മാറി വിശ്വംഭരം റോഡിൽ 58 ലക്ഷം രൂപയ്ക്ക് ഒരു അടിപൊളി വീട്. ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ അങ്ങനെ, താമസിക്കാനാണെങ്കിൽ ഇങ്ങനെ വീട് എത്തിയിട്ടുണ്ട്. വീടിന്റെ വിശേഷങ്ങൾ കണ്ട് തിരിച്ചു വരാം. 2 സെന്റില് 1350 സ്ക്വയർ ഫീറ്റില് ലിവിംഗും ഡൈനിങ്ങും കിച്ചണും ആഴെ തന്നെ ഒരു ബെഡ്റൂമും ചേർത്ത് 3 ബെഡ്റൂം വീടാണ് ഇവിടെ വിൽപ്പനയ്ക്ക് എത്തിയിരിക്കുന്നത്. എല്ലാ ബെഡ്റൂമിലും ക്യൂൻ സൈസ് ബെഡും ഇടാം, കബോർഡ് സൗകര്യങ്ങളും ഉണ്ട്, അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യവും ഉണ്ട്. ഈ ഒരു വീട്ടിലേക്ക് 2 എൻട്രൻസ്. ഒന്നതാ ഈ ഓപ്പൺ ചെയ്യുന്ന ഗേറ്റും നേരെ നോക്കുന്നത് മെയിൻ റോഡിലേക്ക്. രണ്ടാമത്തത് ഈ ഒരു ഗേറ്റ് ഓപ്പൺ ചെയ്താലോ നേരെ പോകുന്നത് മെയിൻ റോഡിലേക്ക്. ബാൽക്കണിയാണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇവിടുന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഇവിടുന്ന് നേരെ ഇങ്ങനെ ഓടിക്കഴിയുമ്പോ ഈ ഒരു എൻട്രൻസ് നിന്ന് കയറുമ്പോൾ നമ്മൾ എവിടെയാണോ കയറിയത് അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് കിച്ചൺ സ്പേസ് ആയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം, ഡൈനിങ് സ്പേസ് ആയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. നമ്മളങ്ങനെ 3ാമത്തെ നിലയിലേക്ക് ഇനി പോവാണ്. ഇവിടെ ഒരു കൂട്ടം നിങ്ങളെ കാണിച്ചു തരാനുണ്ട്. ഈ ഒരു ഡോറ് തുറന്നു കഴിഞ്ഞാൽ സ്വർഗ്ഗമാമ സ്വർഗം. ഈ ഒരു പോർഷൻ ഓൾറെഡി പെർമിറ്റ് ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ അകത്തൊരു ബിൽഡിംഗ് സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഒരു പാർട്ടി ഏരിയ ആണെങ്കിൽ ഇതിന്റെ തൊട്ട് മുകൾ ഭാഗത്ത് മറ്റൊരു പാർട്ടി ഏരിയയ്ക്ക് വേണ്ടിയുള്ള സ്പേസും കണ്ടെത്തിയിരിക്കുകയാണ് ഇതിന്റെ ഓണർ. അങ്ങനെ ഇത്രയും ഭംഗിയുള്ള ഈ ഒരു വീട്, സിറ്റിക്ക് ഇത്രയും അടുത്ത് നിൽക്കുന്ന ഈ ഒരു വീട് നിങ്ങൾ വാങ്ങിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ്. വാങ്ങാം 58 ലക്ഷം രൂപയ്ക്ക്. അല്ല, കുറച്ച് നെഗോഷ്യബിൾ ആണ്. ആ ഒരു റേറ്റിൽ നിങ്ങൾക്ക് വാങ്ങാം ഈ ഒരു വീടിനെ.